ചെറുപ്പത്തിൽ ചെറുതായിട്ടൊരു കുത്തുണ്ടായതായിരുന്നു. അത് പിന്നെ ഒരു അരിമ്പാറ പോലെ വന്നു, അത് വലുതായിട്ട് ഇവിടെ നിംസ് ഹോസ്പിറ്റലിൽ വന്നു. ഡോക്ടറെ കാണിച്ചപ്പോ അത് ഒരു കഷ്ണം എടുത്തിട്ട് അയച്ചിട്ട് അതിന്റെ റിസൾട്ട് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തു. മുസൈൻ ഡോക്ടറും നദീം ഡോക്ടറും. അങ്ങനെ അവര് നന്നായിട്ട് സർജറി ഒക്കെ ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ ശരിയാക്കി തന്നിട്ടുണ്ട്. ഡോക്ടർമാരോടും അവിടെയുള്ള സിസ്റ്റർമാരോടും നിംസ് ഹോസ്പിറ്റലിനോടും എല്ലാവരോടും ഞാൻ എന്റെ നന്ദി കടപ്പാടും അറിയിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ വന്ന് നദീം ഡോക്ടറെ കാണിച്ചപ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെക്ക് ചെയ്തിട്ട് അത് റിപ്പോർട്ട് വന്നതിന് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു. അന്ന് വന്നുവിടുമ്പോ തന്നെ എന്റെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർമാര് ഒരു കുഴപ്പമില്ലാതെ എന്റെ കണ്ണിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തു തന്നു. അതിന് ഞാൻ അവരോട് നന്ദി പറയുകയാണ്, ഈ ഹോസ്പിറ്റലിനോട്. ഡോക്ടർ മൂസിനാണ് ഇങ്ങനെ ഒരു പേഷ്യന്റിന്റെ കാര്യം എന്നോട് പറഞ്ഞത്. ഇങ്ങനെ ഒരു ബേസിൽ സെൽ കാർസിനോമ എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമാണ്. അപ്പോൾ അത് റൈറ്റ് സൈഡിലെ കണ്ണിന്റെ താഴെയായിട്ട്, ഏകദേശം ഈ ഭാഗത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പേഷ്യന്റ് ഭയങ്കര കൺസേൺ എന്താന്ന് വെച്ചാല് സ്വർണത്തിന്റെ തട്ടാനാണ്. അപ്പൊ ആൾക്ക് കണ്ണിന്റെ ഈ സംഭവം നമ്മള് സർജറി ചെയ്ത് റിമൂവ് ചെയ്തിട്ട് അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാന്ന് പറയും. മറ്റൊരു ഭാഗത്തുനിന്ന് തൊലി അവിടേക്ക് വെച്ചിട്ട് വേണം അതിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ആ ലീഷൻ എക്സസൈസ് ചെയ്ത് കളയുമ്പോൾ അതിനെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ നിന്ന് തൊലി വലിച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫ്ലാപ്പ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അത് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ കണ്ണിന്റെ കൺപീലി വലിയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഏറ്റവും കൂടുതൽ നമ്മളോട് കൺസേൺ പറഞ്ഞിരുന്നു, അല്ലേ, എന്റെ കണ്ണിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ. അതെ 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 അതെ, എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളി അത് കണ്ണ് എന്നുള്ള കാര്യം മാത്രമായിരുന്നു പുള്ളി എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോ ഞാനും മൂസിനും കൂടെ ഒരുമിച്ച് സർജറി ചെയ്തു. ഇപ്പൊ ഇന്നത്തേക്ക് എത്ര 14 ഡേയ്സ് 14 ദിവസം ആവുന്നു. നിങ്ങൾക്ക് കാണാം എങ്ങനെയുണ്ട് റിസൾട്ട്. അച്ഛൻ അതിനുശേഷം ഇപ്പം കണ്ണാടി നോക്കുമ്പോഴും ഞാൻ ഇതന്നെ പറയുന്നത്, ഞാൻ അങ്ങനെ ഒരിക്കലും ഇത്ര ക്ലിയർ ആയി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഓക്കെ, അച്ഛൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വാസമാക്കി അത് ശരിയായി എന്നുള്ളതാണ്. ഓക്കെ, കണ്ണിന് ഒരു കുഴപ്പമില്ല. എല്ലാം ഐശ്വര്യമായിട്ട് തന്നിട്ടുണ്ട്, എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിന് ഞാൻ 1000 നന്ദി പറയില്ല ഈ ഹോസ്പിറ്റലിനോടും ഡോക്ടറോടും.